ഹലോ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇപ്പം നല്ല രീതിയിൽ തണുപ്പുള്ള സമയമാണല്ലേ. ഇപ്പം തണുപ്പ് കാലത്തിൽ നല്ലൊരു ബെറ്റർ റെമഡി ആയിട്ടാണ്. തണുപ്പ് കാലത്ത് നല്ല ഈ മുടിയും ഡ്രൈനെസ്സൊക്കെ ഉള്ള ആൾക്കാർക്ക് ബെറ്ററായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തെല്ലാം എനിക്ക് ഡ്രൈനെസ് നല്ല രീതിയിലുണ്ടായിരുന്നു. കാരണം ഡ്രസ്സൊക്കെ ഉരുമ്പോൾ ഇങ്ങനെ പൊടി പാറുമായിരുന്നു. മീൻസ് ഈ സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ. ഇങ്ങനെ ദേഹമെല്ലാം വെലിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ അതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം എനിക്ക് ആ ഒരു പ്രോബ്ലംസ് ഒന്നുമില്ല. കാരണം ഞാൻ സ്കിൻ അതുപോലെ തന്നെ നോക്കുന്നുണ്ട്. കാരണം എല്ലാ ഡ്രസ്സും ഇടാൻ പറ്റില്ല. ആ സ്കിന്നിൽ ഇങ്ങനെ നമ്മൾ പാമ്പിൻ്റെ തൊലി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഡ്രസ്സും കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കാലമായിട്ട് അതൊരു ഡിഗ്രി എത്തിയേരം മുതൽ ഞാൻ അത്യാവശ്യം എൻ്റെ സ്കിന്നിലെ പ്രശ്നങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നു മുതൽ ഞാൻ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുളി കഴിഞ്ഞാടും ഗ്ലിസറിൻ അപ്ലൈ ചെയ്യുന്നത്. അത് ആ സമയത്ത് എന്നോട് ആരാന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. എന്നോട് അന്നേരം പറഞ്ഞത് ആരോ പറഞ്ഞായിരുന്നു. കാരണം ഗ്ലിസറിൻ ഡയറക്റ്റ് നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അത് എന്തെങ്കിലും റോസ് വാട്ടറോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ആ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കിയാലും എനിക്ക് അത്ര പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല. കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ആ റിസൾട്ടിന്. ഞാനായിട്ട് തന്നെ ചിന്തിച്ചു, ഈ കുളി കഴിഞ്ഞാൽ നമ്മൾ ദേഹത്ത് ആ ഒരു നനവ് ഉണ്ടാവുമല്ലോ, തോർത്തുന്നതിന് മുമ്പ് ഒരു നനവ് എന്തായാലും ഉണ്ടാവുമല്ലോ. ആ നനവിലേക്ക് കുറച്ച് ഗ്ലിസറിൻ കയ്യിലാക്കിയിട്ട് നല്ല രീതിയിൽ നമ്മൾ ദേഹത്തും ബോഡി ഫുള്ളും തേച്ച് വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മോയ്സ്ചറൈസറാണ്. സൂപ്പറായിട്ട് ആ തേച്ച സമയത്ത് ഒരു ഓയിലി ഇതുണ്ടാവും. നമ്മൾ ഒരു പറ്റുന്ന പോലെയൊക്കെ തോന്നും. നമ്മൾ ദേഹം പറ്റുന്ന പോലെ ഒരു സെക്കൻഡേ അതുണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് നല്ലൊരു എഫക്റ്റാണ്. നമുക്ക് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആവും. അപ്പം ഇങ്ങനെ ഒരു ഡ്രൈനെസ്സും ഇങ്ങനെയുള്ള മുളി പോലുള്ള ഇതെല്ലാം ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. കാരണം എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുന്നേ നിൻ്റെ സ്കിൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, ഇപ്പം എന്താ ഇങ്ങനത്തെ സ്കിൻ എങ്ങനെയാണ് വന്നത് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞപ്പം, കാരണം വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമല്ല ഇത്. ഗ്ലിസറിൻ നമ്മളെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും, ചെറിയൊരു പൈസയുള്ളൂ ഗ്ലിസറിന്. അപ്പോൾ അത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ, ആ ഒരു രീതിയിൽ കെയർ ചെയ്യുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഒറ്റയടിക്ക് ഒരു 2 ലിറ്റർ വെള്ളം കുടിക്കാൻ അല്ല പറയുന്നത്. ഒരു ദിവസം കുറഞ്ഞത് 1 ലിറ്റർ 2 ലിറ്റർ കുടിക്കണം. എങ്കിലും അത് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് കുടിക്കാം. അപ്പം എന്തായാലും അധികമായാലും അമൃതം വിഷമാണ്. അപ്പം നമ്മൾക്ക് എത്രത്തോളം കുടിക്കാൻ പറ്റുമോ അത് ഇടവേളകളിലായിട്ട് കുടിക്കുക. നമ്മൾ ബോഡിയെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആക്കുക. അതാണ് ഡ്രൈ സ്കിന്നുകാർക്കും അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുള്ളവർക്കും വെള്ളം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മളെ ബോഡിയിൽ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. വെള്ളം അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനുള്ള ബെസ്റ്റ് ഞാൻ എങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കറിയാം ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണ്. ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ സ്കിൻ മാത്രം ഇങ്ങനെ, മറ്റുള്ളവരുടെ സ്കിൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ, എൻ്റെ മാത്രം എന്താ ഇങ്ങനെയാന്നൊക്കെ ചിന്തിച്ചിട്ട്. കാരണം കൈയെല്ലാം കണ്ടോ, ഫുള്ള് വരകളും കുറികളുമാണ്. അപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, തൊണ്ടികളെ കൈയെല്ലാം പോലെ എന്നെല്ലാം +2 പഠിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചവർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിൻ്റെ കൈ എന്ത് തൊണ്ടീരെ കൈ പോലെ ഉണ്ടല്ലോ. അതെല്ലാം എനിക്ക് കൊണ്ടിന്, പക്ഷേ നമുക്ക് മുറിച്ച് കളയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ആ ഒരു രീതി, ആ ടോക്ക് ഒരു കോമഡി ആയിട്ട് അതെടുത്ത് അങ്ങോട്ട് പോയി. എന്താ പറയുക, നമുക്ക് എല്ലാം ദൈവം തരുന്നതാണ്. എല്ലാ
സ്കിന്നും നമ്മൾ ജനിച്ച് വീഴുമ്പോൾ മുതൽ നമുക്ക് എന്തൊക്കെ അനുഭവിക്കണം, ഏതൊക്കെ രീതിയിൽ എത്തണം, ഏതൊക്കെ മേഖലകളിലേക്ക് കയറണം, എല്ലാ കാര്യങ്ങളും ദൈവം ഡിസൈഡ് ചെയ്തിട്ട് നമ്മളെ ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നുള്ള ആ ഒരു നിയോഗമാണെങ്കിൽ അതങ്ങനെയല്ലേ പറ്റൂ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതേപോലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ.